This 12-year-old girl could not understand why this grandma was telling her story in the middle of the night. ഈ അമ്മൂമ്മ, ഈ 12 വയസ്സായ കുട്ടിക്ക് മനസ്സിലായില്ല എന്തുകൊണ്ടാണ് ഈ പാതിരാത്രിക്ക് വന്ന് അമ്മൂമ്മ അമ്മയുടെ കഥകൾ പറയുന്നത്. എന്നാലും ഈ കുട്ടിക്ക് അമ്മൂമ്മയോട് വളരെ സ്നേഹമായിരുന്നു. അതുകൊണ്ട് തന്നെ ചോദിക്കാണ്, ഓക്കെ, ഡോണ്ട് വറി, വാട്ട് ഈസ് ദ മാറ്റർ, can I help you in any way? Okay grandma, no problem, don't worry. എനിക്ക് അമ്മൂമ്മയെ സഹായിക്കാൻ കഴിയുമോ എങ്ങനെയെങ്കിലും? അമ്മൂമ്മ പറയാണ്, യെസ്, ഐ നീഡ് യുവർ ഹെൽപ്പ്. എന്നിട്ട് പറയാണ്, ഐ വാണ്ട് ടു ലേൺ കന്നഡ ആൽഫബറ്റ് ഫ്രം ടുമാറോ. I have decided I want to learn the Kannada alphabet from tomorrow onwards. I will work very hard. I will keep Saraswati Puja day during the Dasara as the deadline. That day I should be able to read a novel on my own. I want to be independent. അപ്പോൾ അമ്മ പറയാണ്, അതിൽ മുന്നൊരു കാര്യം കൂടി പറയും കുട്ടിയോട്, നോക്കൂ, we are well off, but what use is money when I cannot be independent? അമ്മൂമ്മ ഇത് പറയുന്ന മുന്നേ ഒരു കാര്യം പറഞ്ഞത് എന്താണ്, നമ്മളൊക്കെ നല്ലോണം പൈസയും കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്, പക്ഷേ വി ആർ വെൽ ഓഫ്. വെൽ ഓഫ് മീൻസ് WELL-OFF മീൻസ് വെൽ ഓഫ് മീൻസ് പൈസയ്ക്കുള്ള ആളുകളെ. വി ആർ വെൽ ഓഫ്, but what use is money when I cannot be independent? പൈസ കൊണ്ട് എന്താ കാര്യം എനിക്ക് സ്വതന്ത്രയാവാൻ കഴിഞ്ഞില്ലെങ്കിൽ? വാട്ട് ഈസ് ഇൻഡിപെൻഡൻറ്റ് മീൻസ് സ്വതന്ത്രയാവുക. അത് എന്താണ് അമ്മൂമ്മയുടെ ഇൻഡിപെൻഡൻസ് എന്നുള്ളത് നമുക്ക് കഥയിലൂടെ അറിയാം. ആൻഡ് പറയണം, then she said, I have decided I want to learn the Kannada alphabet from tomorrow onwards. നാളെ മുതൽ ഞാൻ കന്നഡയിലെ ആൽഫബറ്റ് അക്ഷരമാലകൾ പഠിക്കാൻ പോവുകയാണ്. ഐ വിൽ വർക്ക് വെരി ഹാർഡ്. ഞാൻ വളരെ ഹാർഡ് വർക്ക് ചെയ്യും, എന്ന് വെച്ചാൽ വളരെയധികം കഷ്ടപ്പെടും, തയ്യാറാണ്. I will keep Saraswati Puja day during Dasara as the deadline. എന്താണ് അമ്മ പറയുന്നത്? ഞാൻ ഈ സരസ്വതി പൂജ വരുന്നുണ്ടല്ലോ, ആ ദസറ ടൈമിൽ സരസ്വതി പൂജ വരുന്നുണ്ട്, അത് ഞാൻ ഡെഡ് ലൈൻ ആയിരിക്കും. ഡെഡ് ലൈൻ, DEADLINE. ഡെഡ് ലൈൻ മീൻസ് നമ്മളൊരു ഡേറ്റ് വെക്കണം, അത് ലാസ്റ്റ് ഡേ, അത് കഴിഞ്ഞാൽ അല്ല. അപ്പോൾ ഇപ്പോൾ ഒരു ഫീസ് അടയ്ക്കണം. വാട്ട്സ് എ ഡെഡ് ലൈൻ? 20th മീൻസ് ഒന്നിന് ഓൺ ഓർ ബിഫോർ 20th യു ഹാവ് ടു ഗിവ് യുവർ ഫീസ്. ചിലൊരു ഫീസ് അതാണ് ഡെഡ് ലൈൻ, ഒരു ഡേറ്റ് വയ്ക്കുക, ആ ഡേറ്റിൻ്റെ അപ്പുറത്തേക്ക് ഇല്ല. അപ്പോൾ ഈ അമ്മൂ പറയുന്നതാണ്, ആ പൂജ ഹോളിഡേ സരസ്വതി പൂജ ദിവസം ഞാൻ ഡെഡ് ലൈനായിട്ട് വയ്ക്കുന്നു. അടുത്ത വർഷം വരാൻ പോകുന്ന സരസ്വതി പൂജയ്ക്ക് മുന്നേ എനിക്ക് സ്വന്തമായി വായിക്കാനും എഴുതാനും കഴിയണം. ഐ ഷുഡ് ബി ഏബിൾ ടു റീഡ് ആൻഡ് റൈറ്റ് ഇൻഡിപെൻഡൻ്റ്ലി ഓർ ഓക്കെ ബിഫോർ ദ സരസ്വതി പൂജയ്ക്ക് മുന്നേ എനിക്ക് ഇത് മുഴുവൻ പഠിക്കണം. കുട്ടി ഇത് കേട്ടോ, വെൻ ദ ഗേൾ ഹേർഡ് ദിസ് ഷീ സ്റ്റാർട്ടഡ് ലാഫിങ് ബിക്കോസ് ഓഫ് ദ ഇന്നസെൻസ്. കുറച്ച് ഇപ്പം നമ്മളൊരു 12 വയസ്സായിട്ടുള്ള കുട്ടികൾക്ക് പെട്ടെന്ന് ഇത്ര വയസ്സായവർ എനിക്ക് പഠിക്കുന്ന കേൾക്കുമ്പോൾ ആ കുട്ടി ആ ഇന്നസെൻസ് കൊണ്ട്, ആ നിഷ്കളത കൊണ്ട് പെട്ടെന്ന് അമ്മൂനെ കളിയാക്കി പറയാണ്, ഓ ഗ്രാൻഡ്മ, യു വാണ്ട് ടു സ്റ്റഡി അറ്റ് ദ ഏജ് ഓഫ് 62, യുവർ ഹാൻഡ്സ് ആർ റിങ്കിൾഡ് ആൻഡ് യു ആർ യൂസിങ് സ്പെക്ടക്കിൾസ് ആൾസോ. ഓ അമ്മൂമ്മേ, ഈ 62-ാം വയസ്സിലാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. നിങ്ങളുടെ കൈയൊക്കെ നോക്കിയേ, റിങ്കിൾഡ്, WRINKLE. റിങ്കിൾ മീൻസ് നമ്മുടെ ശരീരം തൊലിയൊക്കെ ചുളിയാൻ തുടങ്ങുമല്ലോ, അതിനാണ് റിങ്കിളിംഗ് എന്ന് പറയാം. WRINKLE, റിങ്കിൾ. ആൻഡ് യു ആർ യൂസിങ് സ്പെക്സ്. നിങ്ങൾ എന്ത് ചെയ്യുന്നു? സ്പെക്സ് ഉപയോഗിക്കുന്നുണ്ട്. ഞാനതൊരു ഇവൻ ദ ഗേൾ സെഡ് ആസ് എ ജോക്ക്. ദ ഗ്രാൻഡ്മ ഡിഡ്ന്റ് സേ എനിത്തിങ് ആൻഡ് ഷീ ജസ്റ്റ് സ്മൈൽ. ഇത് കുട്ടി അങ്ങനെ പറഞ്ഞു, തമാശമാരി പറഞ്ഞെന്ന് വെച്ചാലും ഗ്രാൻഡ്മ ഒന്നും പറഞ്ഞില്ല. ഗ്രാൻഡ്മ ഇങ്ങനെ നോക്കിയൊന്ന് പതുക്കെ ഒരു സ്മൈൽ ചെയ്തു. and Grandma പറയാണ്, for a good cause
If you are determined, you can overcome any obstacle. I will work harder than anybody, but I will do it. For learning, there is no age bar. For a good cause, CAUSE, cause means ഒരു നല്ല കാര്യത്തിന്, for a good cause. If you are determined, DETERMINED, determined എന്ന് വെച്ചാൽ taking a strong decision. If you are determined means if you have taken a strong decision, you can overcome. നിങ്ങൾക്ക് you can easily overcome any obstacle. നിങ്ങൾക്ക് ഏത് തടസ്സത്തെയും, obstacle means OBSTACLE, obstacle means തടസ്സം, overcome means അതിജീവിക്കുക, OVERCOME. അപ്പോൾ അവരെന്താ പറയുന്നത്? If you are determined, you can overcome any obstacle. ഏത് തടസ്സവും നിങ്ങൾക്ക് തരണം ചെയ്യാൻ, അതിജീവിക്കാൻ കഴിയും. I will work harder than anybody. ഞാൻ ആരെക്കാളും അധികം ഹാർഡ് വർക്ക് ചെയ്യും. But I will do it. But I will do it here means I will learn how to read and write. For learning, there is no age bar. നോക്കൂ, പഠിക്കുന്നതിന് അതിലൊരു ഏജ് ബാർ ഒന്നുമില്ല. ഇത്ര വയസ്സ്, ഏജ് ബാർ മീൻസ് ഇപ്പോൾ 12 വയസ്സ് കഴിഞ്ഞാൽ 25 വയസ്സ് കഴിഞ്ഞാൽ പറ്റില്ല, അതാണ് ഏജ് ബാർ. അങ്ങനെ ഒരു തടസ്സം ഇല്ല, ബാർ തടസ്സം. ഏജ് ബാർ മീൻസ് പ്രായത്തിൻ്റെ തടസ്സം ഒന്നുമില്ല. എന്നാൾ കേട്ടില്ലേ, കേരളത്തിൽ 93 വയസ്സായ അമ്മൂമ്മ എന്ത് ചെയ്തു? SLC പാസ്സായി. ഷി വാസ് ഈവൻ ഫെലിസിറ്റേറ്റഡ് ബൈ പ്രൈം മിനിസ്റ്റർ ആൾസോ. ഫെലിസിറ്റേറ്റ് ചെയ്യുന്ന ഒരാളെ ആദരിക്കുക, ഫെലിസിറ്റേറ്റ്, FELICITAT, ഫെലിസിറ്റേറ്റ് കഴിഞ്ഞാൽ ആദരിക്കുക. അപ്പോൾ പ്രൈം മിനിസ്റ്ററൊക്കെ ആദരിച്ചു. അപ്പോൾ ഈ അമ്മൂമ്മ സ്ട്രോങ് ആയിട്ട് പറയാണ്, ഏജ് ഒരു ബാർ ഒന്നല്ല, പ്രായം ഒരു തടസ്സം ഒന്നല്ല. ഐ വാണ്ട് ടു ലേൺ ടു റീഡ് ആൻഡ് റൈറ്റ്. യെസ്, അങ്ങനെ thus this granddaughter start teaching her grandmother. അവർ ആ അമ്മൂമ്മയെ പഠിപ്പിക്കാൻ തുടങ്ങുകയാണ്. The next day onwards, I started my tuition. Avva was a wonderful student. The amount of homework she did was amazing. എന്താണ് പറയുന്നത്? നെക്സ്റ്റ് ഡേ തൊട്ട് ഞാൻ അമ്മൂമ്മയെ പഠിപ്പിക്കാൻ തുടങ്ങി. സ്റ്റാർട്ടഡ് മൈ ട്യൂഷൻ, TUITION, ട്യൂഷൻ. അവ മീൻസ് അമ്മ ഇൻ കന്നഡ. അവർ അമ്മ എന്നാണ് അവർ വിളിക്കുക. ഗ്രാൻഡ് മദർ ആണെങ്കിൽ അമ്മ എന്നാണ് വിളിക്കുക. അപ്പോൾ അവ വാസ് എ വണ്ടർഫുൾ സ്റ്റുഡൻറ്റ്. അവർ പറഞ്ഞു, എനിക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ കഴിഞ്ഞില്ല ഈ അമ്മൂമ്മ ഇത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്യുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. ഷീ വുഡ് റീഡ്, റിപ്പീറ്റ്, റൈറ്റ് ആൻഡ് റിസൈറ്റ്. ഈ അമ്മാമ്മ എന്ത് ചെയ്തു? വായിക്കും, എഴുതും, അത് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യും, പിന്നെ റിസൈറ്റ് ചെയ്ത് ഇങ്ങനെ വായിക്കും. റിസൈറ്റ് ചെയ്യാൻ റീഡിങ് പോയമൊക്കെ റിസൈറ്റ് ചെയ്യാന്ന് പറയും. ശരി, RECITE, റിസൈറ്റ് വെച്ച് കഴിഞ്ഞാൽ ഇതന്നെ 15 കൊല്ലം വായിക്കുന്നതൊക്കെ. എൻ്റെ ഈ കുട്ടി പറയാണ്, ഐ വാസ് ഹെർ ഓൺലി ടീച്ചർ ആൻഡ് ഷീ വാസ് മൈ ഫസ്റ്റ് സ്റ്റുഡൻറ്റ്. ഈ പെൺകുട്ടി പറയാണ്, ഞാൻ മാത്രമായിരുന്നു എൻ്റെ അമ്മൂമ്മയുടെ ടീച്ചർ, അതുപോലെ തന്നെ എൻ്റെ ആദ്യത്തെ സ്റ്റുഡൻറ്റും അത് തന്നെയായിരുന്നു. ഈ സുധാമൂർത്തി പറയുന്നത്, പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഹൺഡ്രഡ്സ് ഓഫ് കുട്ടികളെ പഠിപ്പിക്കും എന്നുള്ള കാര്യം അപ്പോൾ എനിക്ക് അറിയില്ല. അങ്ങനെ ലിറ്റിൽ ഡിഡ് ഐ നോ, ഞാൻ അറിഞ്ഞിരുന്നില്ല. ലിറ്റിൽ ഡിഡ് ഐ നോ മീൻസ് ഞാൻ അറിഞ്ഞിരുന്നില്ല. ദെൻ ദാറ്റ് ടൈം that one day I would become a teacher in computer science and teach hundreds of students. ഒരു നാൾ വലുതായിട്ട് ഒരു കമ്പ്യൂട്ടർ ടീച്ചർ ആവുകയും ഹൺഡ്രഡ്സ് ഓഫ് കുട്ടികളെ പഠിപ്പിക്കുമെന്നൊന്നും എനിക്ക് അന്ന് അറിയില്ലായിരുന്നു. എനിവേ, കഥ അവസാനിക്കാൻ പോവാണ്. ഒരു വർഷം കഴിയുന്ന ഏകദേശം ദസറ ഫെസ്റ്റിവൽ വരികയാണ്. അപ്പോൾ ദസറ ഫെസ്റ്റിവൽ കെയിം ആസ് യൂഷ്വൽ എന്ന് പറഞ്ഞാൽ പതിവ് പോലെ. ഞാൻ നേരത്തെ പറഞ്ഞു, ദസറ ഫെസ്റ്റിവൽ വന്നു. അപ്പോൾ ഈ കുട്ടി വാട്ട് ദിസ് യങ് ഗേൾ ഡിഡ്, secretly she went and bought a copy of Kashi Yatra, which had been published as a novel by that time. My grandmother called me to the puja place and made me to sit down on a stool.
അപ്പോൾ ഈ കുട്ടി എന്ത് ചെയ്തിരുന്നു, ആ ഒരു ഈ ദസറ ഫെസ്റ്റിവൽ വരുമ്പോൾ, പൂജ ഡേ വരുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റുകൾ കൊടുക്കും. സോ ഷീ സീക്രട്ട്ലി ബോട്ട് എ കോപ്പി ഓഫ് കാശി യാത്ര. ബൈ ദിസ് ടൈം ദേ ഹാഡ് പബ്ലിഷ്ഡ് ദ ബുക്ക് കാശി യാത്ര, പബ്ലിഷ്ഡ് ദ ബുക്ക് ഓഫ് കാശി യാത്ര. ഓക്കെ, നോവൽ, ആസ് എ നോവൽ ദേ ഹാഡ് പബ്ലിഷ്ഡ് ഇറ്റ്. ആ സമയം വന്നു. അപ്പോൾ അമ്മൂമ്മ എന്ത് ചെയ്തു, ഗ്രാൻഡ് മദർ കോൾഡ് മീ, എന്നെ വിളിച്ചു. എവിടേക്ക്? ടു ദ പൂജാ റൂമിൽ വിളിച്ചു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, അമ്മൂമ്മ എന്നെ ആ സ്റ്റൂളുമ്മ ഇരുത്തി. ഷീ ഗേവ് മെ ഗിഫ്റ്റ് ഓഫ് ഫ്രോക്ക് മെറ്റീരിയൽ. എന്താണ് അമ്മൂമ്മ ഗിഫ്റ്റായിട്ട് കൊടുത്ത്? ഒരു ഫ്രോക്ക് മെറ്റീരിയൽ കൊടുത്തു. Then she did something unusual. ഒരാളും ഒരിക്കലും ചെയ്യാത്ത, ഒരു സാധാരണയിൽ നടക്കാത്ത ഒരു കാര്യം അമ്മൂമ്മ പെട്ടെന്ന് ചെയ്യണം. എന്താണ് ചെയ്തത്? She bent down and touched my feet. I was surprised and taken aback. A young girl അമ്മൂമ്മ കൊണ്ട് ഇരുത്തുകയാണ്. എത്തി കഴിഞ്ഞിട്ട് ഒരു ഫ്രോക്ക് മെറ്റീരിയൽ അമ്മൂമ്മ ഈ കുട്ടിക്ക് കൊടുക്കുകയാണ്. കൊടുത്തു കഴിഞ്ഞിട്ട് അമ്മൂമ്മ എന്താ ചെയ്യുന്നത്? ഇതിങ്ങനെ കാണുന്നുകൊണ്ട് ആ കുട്ടിയെ കാല് തൊട്ട് ഇങ്ങനെ വന്ദിക്കണം അമ്മൂമ്മ. ഇത് കണ്ടോ ഈ കുട്ടി സ്റ്റാർട്ടിൽ മീൻസ് ഒരു ഷോക്ക് ആവുക, പെട്ടെന്ന് ഞെട്ടുക. ഇതാവുക സ്റ്റാർട്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ STARTLED, ഷോക്ക് ആവുക. അത് പറഞ്ഞ് നോർമലി എൽഡേഴ്സ് നെവർ ടച്ച് ദ ഫീറ്റ് ഓഫ് യങ്സ്റ്റേഴ്സ്. ഈ ചെറുപ്പക്കാരുടെ യങ്സ്റ്റേഴ്സ്, YONGSTERS, യങ്സ്റ്റേഴ്സ് മീൻസ് ചെറുപ്പക്കാർ, എൽഡേഴ്സ് മീൻസ് പ്രായമുള്ളവർ. എൽഡേഴ്സ് ഒരിക്കലും ചെറുപ്പക്കാരുടെ കാല് തൊടാറില്ല. നമ്മളെന്താണ്? വി ടച്ച് ദ ഫീറ്റ് ഓഫ് എൽഡേഴ്സ്, വി ടച്ച് ദ ഫീറ്റ് ഓഫ് ടീച്ചേഴ്സ്, വി ടച്ച് ദ ഫീറ്റ് ഓഫ് ഗോഡ്. ദാറ്റ് വി ഓൾ ഡു ആസ് യങ് ചിൽഡ്രൻ. പക്ഷെ നമ്മൾ ഒരിക്കലും ഈ ഒരു എൽഡേഴ്സ് ഒരിക്കലും നമ്മുടെ കാല് തൊടാറില്ല. ടുഡേ ദ റിവേഴ്സ് ഹാപ്പൻ. ഇന്ന് എന്താണ്? നേരെ മറിച്ചാണ് സംഭവിച്ചിരിക്കുന്നത്. എൻ്റെ അമ്മൂമ്മ എൻ്റെ കാല് തൊട്ട് വന്ദിച്ചു. അമ്മൂമ്മയോട് പറഞ്ഞപ്പോൾ അമ്മൂമ്മ പറഞ്ഞെന്താണ്? ഐ ആം ടച്ചിങ് ദ ഫീറ്റ് ഓഫ് എ ടീച്ചർ, നോട്ട് മൈ ഗ്രാൻഡ് ഡോട്ടർ. എ ടീച്ചർ ഹു ടോട്ട് മീ സോ വെൽ with so much of affection that I can read any novel confidently in such a short period. എന്താണ് പറയുന്നത്? ഞാൻ തൊട്ട് വന്നിച്ചത് എൻ്റെ ടീച്ചറെ കാലുകളാണ്. ഇത്ര സ്നേഹത്തോട്, സോ മച്ച് അഫെക്ഷൻ മീൻസ് സ്നേഹത്തോടു കൂടി എന്നെ പഠിപ്പിച്ച എൻ്റെ ആ ടീച്ചറുടെ കാലാണ് ഞാൻ തൊട്ട് വന്നിച്ചത്. നമ്മുടെ പുസ്തകങ്ങളിലൊക്കെ പറഞ്ഞിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് ഇത്ര അഫെക്ഷനേറ്റായി പഠിപ്പിച്ചതുകൊണ്ട് എനിക്കിന്ന് ഏത് നോവൽ വേണമെങ്കിലും വായിക്കാനുള്ള കഴിവാക്കി മാറ്റിത്തന്ന ആ മഹത്തായ ടീച്ചറുടെ കാലാണ് ഞാൻ തൊട്ട് വന്നിച്ചത്, എൻ്റെ പേരക്കുട്ടിയുടെ കാലുകളല്ല. നൗ ഐ ആം ഇൻഡിപെൻഡൻറ്റ്. ഞാനിപ്പോൾ എന്താണ്? ഇൻഡിപെൻഡൻറ്റ്. ദാറ്റ് എന്ന് വെച്ചാൽ ഞാനിന്ന് സ്വതന്ത്രയാണ്. ആ അമ്മൂമ്മയെ സംബന്ധിച്ച് സ്വതന്ത്ര എന്നുള്ളത് സ്വന്തമായി വായിക്കാനും എഴുതാനും കഴിയുന്നതാണ് അമ്മൂമ്മയെ സംബന്ധിച്ച് ഏറ്റവും വലിയ സ്വാതന്ത്ര്യം. കുറേ പൈസയല്ല, വിദ്യാഭ്യാസമാണ് ഏറ്റവും മഹത്തായ സംഭവം എന്ന് അമ്മൂമ്മ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതില്ലെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ട് അതില്ലാത്തവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. എത്ര പൈസ ഉണ്ടായാലും ചില സന്ദർഭങ്ങളിൽ നമുക്ക് സ്വയം വളരെ കുറവ് തോന്നും വിദ്യാഭ്യാസമില്ലാത്തതിൻ്റെ. അതില്ലാത്തവർക്ക് അത് മനസ്സിലാവും. അത് അമ്മൂമ്മയ്ക്ക് അറിയായിരുന്നു. അത് പറയാണ്, നൗ ഐ ആം ഇൻഡിപെൻഡൻറ്റ്. It is my duty to respect a teacher. Is it not written in our scriptures that a teacher should be respected irrespective of the gender and age? എന്താണ് അമ്മൂമ്മ പറഞ്ഞത്? It is my duty to respect a teacher. ഒരു ടീച്ചറെ റെസ്പെക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു സ്റ്റുഡൻറ്റിൻ്റെ ഡ്യൂട്ടിയാണ്. Is it not written in our scriptures? SCRIPTURES. സ്ക്രിപ്റ്റേഴ്സ് പറഞ്ഞാൽ നമ്മുടെ പുരാണങ്ങൾ, വേദങ്ങൾ, അതിലൊക്കെ എഴുതിയിട്ടില്ലേ? എന്താണ് എഴുതിയിട്ടുള്ളത്? That a teacher should be respected irrespective of the gender and age. ഒരു ടീച്ചറെ ബഹുമാനിക്കണം. irrespective of gender and age. പ്രായമോ അല്ലെങ്കിൽ ഏത് ആണോ പെണ്ണോ ഒന്നും അല്ല നോക്കാതെ, ഇറസ്പെക്റ്റീവ് ഓഫ് യർ ജെൻഡർ. ഇറസ്പെക്റ്റീവ് വെച്ചാൽ അതിന് ഇതില്ലാതെ, ഇപ്പം നമ്മൾ നോക്കാതെ എന്താണ് ഇറസ്പെക്റ്റീവ് ഓഫ് ജെൻഡർ മീൻസ് ജെൻഡറും അല്ലെങ്കിൽ പ്രായം നോക്കാതെ ഒരു ടീച്ചറെ ബഹുമാനിക്കുക എന്നുള്ളത് നമ്മളുടെ
വേദങ്ങളിൽ നമ്മുടെ പുരാണങ്ങളിലെല്ലാം എഴുതിയിട്ടുണ്ട്. വൈ വി കോൾ ഗുരുവന്ദന. നമ്മൾ എന്തുകൊണ്ട് ഗുരുവന്ദന നടത്തുന്നു? ഗുരു റെസ്പെക്റ്റ് ചെയ്യപ്പെടേണ്ടവനാണ്. ഗുരുനിന്ദ നടത്തുന്നവൻ ഒരിക്കലും ഒരു നല്ല ആളല്ല. ഗുരുക്കളും നന്നായിരിക്കണം, അതും ആവശ്യമാണ്. ദെൻ ഈ കുട്ടി എന്ത് ചെയ്യുന്നു? ദെൻ വാട്ട് ദ ഗേൾ ഡിഡ്? ഷീ ഡിഡ് റിട്ടേൺ നമസ്കാര. ഈ കുട്ടിയും എന്ത് ചെയ്തു? ആ അമ്മൂമ്മനെ തിരിച്ചും കാലുതൊട്ട് വന്ദിച്ചു. എന്നിട്ട് ആ കുട്ടിയെ കൊടുക്കാനുള്ള ആ ഗിഫ്റ്റ് എന്തായിരുന്നു? ഗിഫ്റ്റ് ദാറ്റ് നോവൽ കാശിയാത്രേ. കാശിയാത്ര എന്ന് പേരുള്ള ആ നോവൽ, ആ പുസ്തകം അമ്മൂമ്മയുടെ കയ്യിൽ ഇങ്ങനെ കൊടുക്കുകയാണ് കുട്ടി. ആ കൊടുക്കുമ്പോൾ അമ്മൂമ്മ ബുക്ക് ഇതിങ്ങനെ ഓപ്പൺ ചെയ്തു. ആ പേജ് ഇങ്ങനെ എടുത്തു. എന്നിട്ട് ഒറ്റ എടുത്ത് വയ്ക്കിട്ട് അമ്മൂമ്മ ടെക് അങ്ങനെ വായിക്കണം. ആൻഡ് ഇമീഡിയറ്റ്ലി റെഡ് ദ ടൈറ്റിൽ കാശിയാത്രേ ബൈ ത്രിവേണി ആൻഡ് ദ പബ്ലിഷേഴ്സ് നെയിം. എന്താണ് വായിച്ചത്? കാശിയാത്രേ, നോവലിൻ്റെ പേര്. ദെൻ പബ്ലിഷേഴ്സ്, ഇപ്പോൾ കറണ്ട് ബുക്സോ നാഷണൽ ബുക്സോ ആ ബുക്സാൻ്റെ പേരും, അതുപോലെ തന്നെ ഓദര പേരും. ഓദര പേരെന്താണ്? ത്രിവേണി. ഇത് മൂന്നും ചടചടാന്ന് പെട്ടെന്ന് അമ്മൂമ്മ വായിക്കുകയാണ്. Then last she said, I knew then that my student had passed with flying colors. അപ്പോൾ ആ കുട്ടി പറയാ, ആ അമ്മൂമ്മ പുസ്തകം കിട്ടിയ വഴിക്ക് തന്നെ അതിലെ എഴുത്തുകാരുടെ പേര്, നോവലിൻ്റെ പേര്, പബ്ലിഷേഴ്സിൻ്റെ പേര് എല്ലാം പെട്ടെന്ന് വായിച്ചു കഴിഞ്ഞപ്പോൾ കുട്ടി പറയാണ്, എൻ്റെ ആദ്യത്തെ സ്റ്റുഡൻറ്റ് എന്താണ്? Then I knew then that my student had passed with flying colors. എൻ്റെ ആ ആദ്യത്തെ സ്റ്റുഡൻറ്റ് ഫ്ലൈയിങ് കളേഴ്സ്, FLYING, ഫ്ലൈയിങ് കളേഴ്സ്, COLOUR, കളേഴ്സ് എന്ന് വെച്ചാൽ ഇപ്പം എക്സാമിനൊക്കെ നല്ല വിജയ ശതമാനത്തോടുകൂടി നമ്മൾ പാസ്സാവില്ലേ, അതിനാണ് പറയുക ഫ്ലൈയിങ് കളേഴ്സ്. ആ ആദ്യത്തെ സ്റ്റുഡൻറ്റ് ഫ്ലൈയിങ് കളേഴ്സിൽ പാസ്സായെന്ന് പറയാണ്. ഇതാണ് എൻഡ് ഓഫ് ദ സ്റ്റോറി. കൺക്ലൂഷൻ. Education is important. In wherever you are working, whatever may be your field, നിങ്ങൾ എവിടെ വർക്ക് ചെയ്യുകയാണെങ്കിലും ഏത് ഫീൽഡായാലും എഡ്യൂക്കേഷൻ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. പല ആളുകൾക്കും ശരിയായി പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല, അതൊരു സത്യമാണ്. അതുകൊണ്ട് തന്നെ അനുഭവിക്കുന്നുണ്ട്. പഠിക്കേണ്ട കാലത്ത് നമുക്ക് എല്ലാവർക്കും ഈ പ്രശ്നം, പഠിക്കില്ല കളിച്ച് നടക്കും, അതുണ്ടായിരുന്നു. പക്ഷെ കുറേ വലുതാവുമ്പോൾ ആഫ്റ്റർ ഗ്രോയിങ് അപ്പ് വി ഓൾ വാണ്ട് ടു ലേൺ അഗെയിൻ. നമുക്ക് എല്ലാവർക്കും വീണ്ടും പഠിക്കുന്ന ആഗ്രഹം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു ഉപദേശം, ദയവ് വിചാരിച്ച് നിങ്ങൾ ഒരു സാധനം ബൈ ഹാർട്ട് പഠിക്കണ്ടേ, ഒരു കാര്യം നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കരുത്. കുറേ ആളുകളുണ്ട്. കേരളത്തിലുള്ള ഏറ്റവും വലിയ പ്രശ്നം എല്ലാവർക്കും ക്യാപ്സൂൾ ഫോമിൽ വേണം, എല്ലാം വിഴുങ്ങുക, സ്പൂൺ ഫീഡിങ് ടൈപ്പ്. അങ്ങനെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല. പഠിക്കണമെങ്കിൽ ഇതുപോലെ കഥകൾ വായിക്കുക. കഥകൾ വായിക്കുമ്പോൾ അതിൽ സിറ്റുവേഷൻ ഉണ്ട്, അതിൽ ഡയലോഗുകളുണ്ട്, സെൻറ്റൻസുകൾ, പ്രോപ്പറായിട്ടുള്ള സെൻറ്റൻസ്, ഒരു ജീവിതത്തിൽ എവിടെ എന്തൊക്കെ പറയുന്നു. ഒരു ഭാഷ നിങ്ങൾ പഠിക്കൂ. ഒരു ഭാഷയിലെ വാക്കുകളോ കുറച്ച് സെൻറ്റൻസുകളോ മാത്രം പഠിച്ച് നിങ്ങൾക്ക് ഒന്നും ആവാൻ കഴിയില്ല. അതുകൊണ്ട് ദിസ് ഈസ് മൈ അഡ്വൈസ്. നൗ ഐ ടോൾഡ് ദ സ്റ്റോറി, വൺ സ്റ്റോറി ഓഫ് ദിസ് സുധാമൂർത്തി. Read her stories. Write your comments in the YouTube comment box. If you got any doubt also, you can ask me the questions in the comment box. I will help you. I give you the answer also. If you like my video, please subscribe and share. Thank you.